ഇന്ന് ചപ്പാത്തിക്കും നാനിനും ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ദാൽ ഫ്രൈ റെസിപ്പിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതിനുവേണ്ടി 1 കപ്പ് തൂരപ്പരിപ്പ്, അതായത് 250 ml കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകി ഒരു 10 മിനിറ്റ് നല്ല വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഇത് നമ്മൾക്ക് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പരിപ്പ് മുങ്ങിക്കിടക്കുന്ന അത്രയും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഈ കറിക്ക് ഉപ്പ് പാകമാണിത്. ഇനി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് തൂവാതിരിക്കാനാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾക്കിത് മൂടി വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് സമയം വേവിച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയി ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് ചൂടാകുമ്പം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ജീരകമാണ് പൊട്ടിക്കുന്നത്. നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് നമ്മൾ കടുകിന് പകരം ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും പിന്നെ 1 സവോള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് വാടി വരട്ടെ. അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട. സവോള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വലിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് വാടി വരണം. അതുവേണ്ടി കുറച്ച് സമയം കൂടി ഞാനിതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ. മിക്സ് ചെയ്ത് വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാൻ. ഈ സമയത്ത് നമ്മൾ ഉപ്പ് കറക്റ്റാണോ നോക്കണം. എനിക്കിത് പാകത്തിനായിരുന്നു ഞാൻ ചേർത്ത് കൊടുത്ത ഉപ്പ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കറിയിൽ കറിവേപ്പിലയോ കടുകോ ഒന്നും ചേർക്കുന്നില്ല. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ മല്ലിയില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ കറി ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.